രക്ഷാപ്രവർത്തനം പ്രത്യേക അന്വേഷണ സംഘമായി. ഓർമ്മയില്ലേ പിണറായി വിജയൻ പറഞ്ഞത്? ഞങ്ങൾ നടത്തിയത് രക്ഷാപ്രവർത്തനമായിരുന്നു. എന്റെ ഗൺമാൻ ഒരു കോൺഗ്രസ്സുകാരനെയും അടിച്ച് തല പൊട്ടിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുകയാണ്. നിങ്ങൾ അങ്ങനെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഞാൻ അങ്ങനെ വണ്ടിയുടെ മുന്നിലല്ലേ ഇരിക്കുന്നത്, ഞാൻ കാണുന്നില്ലേ? വണ്ടിയുടെ മുന്നിലേക്ക് ഇവരിങ്ങനെ കുതിച്ചു ചാടില്ലേ? അപ്പോഴല്ലേ അവരെ പിടിച്ചു മാറ്റിയത്, ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റിയത്. അതല്ലേ രക്ഷാപ്രവർത്തനം. ഇതാ അന്വേഷിക്കാൻ വേണ്ടി പോണു തലമണ്ട അടിച്ചു പൊട്ടിച്ച ഗവൺമെന്റ്മാരെ. എല്ലാറ്റിനും എന്താ പറയാ, എല്ലാറ്റിനെയും ഹുങ്ക് തീർക്കും. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. SP ഷൗക്കത്ത് അലി നേതൃത്വം നൽകും. ഷൗക്കത്ത് അലി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ ഞെട്ടും. കേട്ടോ, ആ മുടക്കോഴി മലയിൽ നിന്ന് കൊടിസനീനെ പിടിച്ച ആളാണ് ഷൗക്കത്ത് അലി. ഈ ഷൗക്കത്ത് അലി നിങ്ങൾ പിടിച്ച് പുകച്ച് പുറത്തിയടുപ്പിച്ചു. ദാ ഷൗക്കത്ത് അലി വീണ്ടും എത്തുന്നു. കേട്ടോ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന വിവാദമായ രക്ഷാപ്രവർത്തനം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ആലപ്പുഴയിൽ വെച്ച് നവകേരള ബസിന് മുന്നിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമമാണ് അന്വേഷിക്കുക. VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് സംഭവം. പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. 1 മാസത്തിന് ഉള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസ് മേധാവി റാവു ചന്ദ്രശേഖറിന്റെ ഉത്തരവ്. TP വധക്കേസ് അന്വേഷിച്ച സംഘത്തിൽ ഉൾപ്പെട്ട ഷൗക്കത്ത് അലിയാണ് കൊടിസുനിയെയും CPM നേതാവ് P മോഹനെയും അറസ്റ്റ് ചെയ്തത്. ഏതായാലും കാരണഭൂതത്തെ കൂടി അറസ്റ്റ് ചെയ്താൽ സംഗതി ഉഷാറായിട്ടോ. പിണറായിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാകാൻ രക്ഷാപ്രവർത്തകരുടെ സമ്മർദ്ദം. ഇതാ ഏറ്റവും പുതിയ വാർത്ത. അതായത് രക്ഷാപ്രവർത്തകര്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ, ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ തലമണ്ട അടിച്ചു പൊട്ടിച്ച ആൾക്കാരൊക്കെ പിണറായി വിജയന്റെ ഈ സെക്യൂരിറ്റി സ്റ്റാഫില് തങ്ങളെ വീണ്ടും ഉൾപ്പെടുത്തുന്നു പറഞ്ഞാണ് പിണറായി വിജയന്റെ പിന്നാലെ നടക്കുകയാണെന്ന്. അപ്പൊ അങ്ങനെയാണ് വന്ദേമാതരം ഞാൻ വേറൊരു വീഡിയോ വന്ദേമാതരത്തെ കുറിച്ച് മാത്രമായി ചെയ്യുന്നുണ്ട്. പിന്നീട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറിയിൽ മാത്രമാകും എന്നാ പറയുന്നത്. ഓർഡിനറിയിൽ മാത്രമായാലും ഈ എല്ലാ ദിവസവും യാത്ര ചെയ്യേണ്ടി വരുന്ന, ജോലി ആവശ്യത്തിനും മറ്റും എല്ലാ ദിവസവും യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹം തന്നെയാണ്. അതല്ലാതെ ഈ സൂപ്പർ ഫാസ്റ്റിലും സൂപ്പർ ഡീലക്സിലും അത്തരം ഒരു സൗജന്യം യാതൊരു സ്ത്രീകൾക്ക് ആവശ്യമില്ല. കാരണം ഈ ഒരു വിനോദയാത്രക്ക് പോവുക, അല്ലെങ്കിൽ മറ്റേത് വിവാഹ സൽക്കാരത്തിന് പോവുക, അത്തരം കാര്യങ്ങൾക്കല്ല. അതല്ലാതെ ഏറ്റവും താഴേക്കടയിലുള്ള സ്ത്രീകൾ KSRTC ബസ്സിനെ മാത്രം ആശ്രയിക്കുന്ന, അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകാനും തിരിച്ചു വരാനൊക്കെ വേണ്ടിയിട്ട് അത്തരത്തിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെ അവർക്ക് ആശ്വാസകരമാണ്. അതാണ് ആ തീരുമാനം വന്നിട്ടില്ല, അതായിരിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാകുക. വരുമാന പരിധി ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കും. കർണാടക, പഞ്ചാബ്, തെലങ്കാന, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക കാർഡുകളില്ലാതെ, അവിടെയൊക്കെ പ്രത്യേക കാർഡുകളൊക്കെ വേണം കേട്ടോ, പ്രത്യേക കാർഡുകളില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കും. തമിഴ്നാട്ടിലും ഇതേ മാതൃകയാണ് എന്നാണ് പറയുന്നത്. ഇനി കാകദൃഷ്ടി എന്താ പറയുന്നത് അറിയോ? മല എലിയെ പ്രസവിച്ചതുപോലെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതിനെ പരിഹസിച്ച് KN ബാലഗോപാൽ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ കണ്ടതാണ്. KN ബാലഗോപാൽ പറയുന്നത് മല എലിയെ പ്രസവിച്ചതുപോലെയാണ് ഈ ആശാ വർക്കർമാർക്ക് VD സതീശൻ സർക്കാർ ആദ്യത്തെ ദിവസം, നിങ്ങൾ ആലോചിക്കണം, ആദ്യത്തെ ദിവസം VD സതീശൻ സർക്കാർ 3000 രൂപയാണ് ആശാ വർക്കർമാർക്ക് കൂട്ടിക്കൊടുത്തത്. എന്നിട്ട് പരിഹസിക്കുകയാണ് ബാലഗോപാൽ. ഇതാണ് CPM ഒരിക്കലും നന്നാവില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറയുന്നതിന് കാരണം ഇതാണ്. ഉളുപ്പ് വേണ്ടോ, ഉളുപ്പ്. താൻ ധനകാര്യമന്ത്രി ആയിരുന്ന കാലത്തല്ലടോ 265 ദിവസം ഈ സ്ത്രീകൾ, അമ്മമാര്, സഹോദരിമാര് പൊരി വെയിലത്ത് പെരുമഴയത്ത് സമരം നടത്തിയത്. എത്ര ദിവസം? 265 ദിവസം. 10 പൈസ കൂട്ടിക്കൊടുത്തോളൂ. താൻ 10 പൈസ കൂട്ടിക്കൊടുത്തോ? അവസാനം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട്, വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴൊരു 1000 രൂപ കൂട്ടിക്കൊടുത്തു അല്ലേ? എന്നിട്ടോ ഒരു കാര്യം ഉണ്ടായില്ല. പിന്നീടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ബജറ്റിലും ഒരു 1000 രൂപ കൂട്ടിക്കൊടുത്തു. കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ ആകെ കൂട്ടിക്കൊടുത്ത ഈ 2000 റുപ്യല്ലേ അല്ലേ? കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ദിവസം 700 രൂപ എന്ന് പറയുന്ന മിനിമം വേജസ് ആക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ 2021 നിങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്. എന്നിട്ട് പോകാൻ നേരത്ത് 4.25 വർഷം കഴിഞ്ഞപ്പോ
ഇവരെന്ത് ചെയ്തിട്ട് സമരം 265 ദിവസം സമരം ചെയ്തിട്ട് ഈ സമരത്തെ പൊളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈർക്കൽ പാർട്ടികളാണ്, ഇവര് പാട്ടകുലുക്കികളാണ്, ഇവര് സുരേഷ് ഗോപിന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്, ഇവര് സാംക്രമിക രോഗം പരത്തുന്ന കീടാണുക്കളാണ്. എന്തൊക്കെയായിരുന്നോ പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരും. എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ തോറ്റമ്പിയിട്ട് ഇപ്പൊ സതീശൻ സർക്കാർ വന്നിട്ട് ആദ്യത്തെ ദിവസം 3000 രൂപയാണ് കൂട്ടിക്കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു ഇതാ വരും ദിവസങ്ങളിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കട്ടെ, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആനുപാതികമായി കൂട്ടിത്തരാം. ഇത് ഫുൾ ഹാപ്പിയാണ് ആശാവർക്കർമാർ ഇതിനെ എന്താ പറയാ കയ്യടിച്ച് അഭിനന്ദിച്ചു. ഇവന് കൃമികടി ആർക്ക്? സതീഷ് ബാലഗോപാലിന്. മല എലിയെ പ്രസവിച്ചാലും ഇവനെ ഒന്നും പ്രസവിച്ചില്ലല്ലോ. മല എലി അത് ഇന്ന് ആശാവർക്കർമാർ പറഞ്ഞിട്ടുണ്ട്. ആശാവർക്കർമാർ തന്നെ ഇവനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ കണ്ടല്ലോ. ഇതാണ് CPM ആശാവർക്കർമാർ. സമയമുണ്ടായിട്ടും പുലിയെ പ്രസവിച്ചില്ലല്ലോ എന്ന് ആശമാര് പറയാണ്. എടോ ബാലഗോപാല, 5 വർഷം സമയം ഉണ്ടായിട്ട് ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് മല എലിയെ തന്നെങ്കിലും പ്രസവിച്ചല്ലോ അല്ലെ? തന്റെ സർക്കാർ 5 വർഷം ഭരിച്ചിട്ട് താൻ എന്തിനെയാണോ പ്രസവിച്ചത്? പുലിനെ പ്രസവിച്ചോ എന്ന് ചോദിക്കുന്നത് ആരാണ്? ആശാവർക്കർമാർ ഇതിനെ ചോദിക്കുകയാണ്. ആവശ്യത്തിന് സമയം കിട്ടിയിട്ടും ഓണറേറിയം വർദ്ധിപ്പിക്കാത്ത LDF സർക്കാരിന് ആശമാരുടെ വിമർശനമല്ല, ചെകിട്ടത്തടിക്കാണ്. ബാലഗോപാലന്റെയും പിണറായി വിജയന്റെയും ചെകിട്ട് നോക്കിയിട്ടാണ് ആശാവർക്കർമാർ അടിച്ചത്. മിണ്ടരുത്, പുറത്താക്കിയതാണ് നിങ്ങളെ തോന്നിയാസത്തിന് നെറികടില്ല. ഇനിയും വർത്താനം പറയുള്ളൂ. മിണ്ടരുത് ബാലഗോപാല, നീ വായ തുറന്നു പോകരുത് എന്നാണ് ആശാവർക്കർമാർ പറയുന്നത് കേട്ടോ. സമയം കിട്ടിയിട്ടും പുലിയെ പ്രസവിച്ചില്ലല്ലോ എന്നായിരുന്നു പത്രസമ്മേളനത്തിൽ ആശാപ്രവർത്തകരുടെ ചോദ്യം. ആശമാർക്ക് ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചതിനെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വിമർശിച്ചിരുന്നു. മല എലിയെ പ്രസവിച്ച പോലെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രസവിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നല്ലോ. എലിയെ പ്രസവിച്ചാലും പുലിയെ പ്രസവിച്ചാലും വേദനയുണ്ടാവും. പുലിയെ പ്രസവിക്കാൻ 9 മാസം സമയം നൽകി. 9 മാസമാണ് ആശാവർക്കർമാർ ഇവന് സമയം കൊടുത്തത്. ഒന്ന് പ്രസവിക്കടോ എന്ന് പറഞ്ഞിട്ട് ബാലഗോപാൽ പ്രസവിച്ചില്ല. ഇപ്പോഴാണ് സതീശൻ വന്ന് പ്രസവിച്ചപ്പോഴാണ് പറഞ്ഞത് ഓ എലി അടിക്കണ്ടവനെ അല്ലേ? അതാ പറഞ്ഞത്. ആശാവർക്കർമാർ ചെകിട്ടടിച്ച് പൊട്ടിക്കുകയായിരുന്നു കേട്ടോ. ചെകിട്ടടിച്ച് പൊട്ടിക്കുക തന്നെയായിരുന്നു. ഈ തോറ്റു കഴിഞ്ഞാലും ഒളുപ്പില്ലാത്ത ജന്തുക്കളാണ് കേട്ടോ CPMകാര്. ഇവനൊക്കെ കിട്ടിയ അടി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അടിയല്ലേ. ആദ്യത്തെ ദിവസം ആലോചിക്കണം. ആദ്യത്തെ ദിവസം 3000 രൂപ കൂട്ടുകയാണ്. എന്നിട്ട് 265 ദിവസം സമരം ചെയ്തിട്ടും കൂട്ടത്തോൻ പറയാണ് ഓ എന്ത് 3000, ഒരു മല എലിയെ പ്രസവിച്ച പോലെ. ഇമ്മാതിരി CPM നിങ്ങൾ തോറ്റതിൽ എന്താണ് അത്ഭുതം? നിങ്ങൾ നേരത്തെ തിരിച്ചു വരുന്നൊക്കെയാണ് വിജയം പറയുന്നത്. തിരിച്ചു വരത്ര എവിടെ തിരിച്ചു വരാൻ ബംഗാളിൽ തിരിച്ചു വന്നല്ലോ അല്ലെ? തിരിച്ചു വന്നല്ലോ. ഒരാള് കഴിഞ്ഞ തവണ 0 ഇനി ഇപ്രാവശ്യം 1. ഇവിടെ ബംഗാളിൽ നോക്കൂ. ബംഗാൾ അവസാനം എന്തായി? കുറ്റിയേറ്റ് പോയില്ലേ? ത്രിപുരയില് പോയില്ലേ? തെലങ്കാനയിൽ പോയില്ലേ? ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പോയില്ലേ? കേരളത്തിലും പോയില്ലേ? എന്നിട്ട് നെകളിപ്പ്. ആശാവർക്കർമാർ ബാക്കി പറയാണ്. പ്രസവിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. എലിയെ പ്രസവിച്ചാലും പുലിയെ പ്രസവിച്ചാലും വേദനയുണ്ടാവും. പുലിയെ പ്രസവിക്കാൻ 9 മാസം സമയം നൽകിയില്ലേ? അത് പ്രസവിക്കാതെ വയറ്റിൽ കിടന്ന് ചാവിള്ളയായി. പ്രവർത്തകർ പറയാണ് കേക്ക് ബാലഗോപാല, എണ്ണ തേപ്പിക്കുന്ന ബാലഗോപാലൻ പിണറായിനെ എണ്ണ തേപ്പിച്ച് അവസാനം ഒരു വഴിക്കായില്ലേ അല്ലേ? മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശമാരെ പരിഗണിച്ചതിനും ഓണറേറിയം ഉയർത്തിയതിനും സന്തോഷമുണ്ട്. വേതന വർധന പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും UDFനും നന്ദി പ്രകടിപ്പിച്ച് വ്യാഴാഴ്ച വിജയ ആഘോഷം സംഘടിപ്പിക്കും. ആശാവർക്കർമാര് VD സതീശന് വിജയ ആശംസ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ വിജയ ആഘോഷം നടത്താൻ പോവുകയാണ്. അപ്പോഴാണ് ഇവൻ പറയുന്നത് ആശാവർക്കർമാരെ ഇത്രയും ദ്രോഹിച്ചവൻ. അന്നൊക്കെ എന്താ ബാലഗോപാൽ പറഞ്ഞറിയോ? ഞങ്ങളല്ല കൂട്ടേണ്ടത്, ഞങ്ങളല്ല, സംസ്ഥാന സർക്കാർ അല്ല കൂട്ടേണ്ടത്, കേന്ദ്രം കൂട്ടേണ്ടതാണ്.